മാഗ്നറ്റ്. ഞാൻ വിചാരിച്ചു ഇതിൽ ഇന്ന ടാഗ് പോലെ ഇട്ടേക്കണായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും ഹോണൊക്കെ അടിച്ചുകൊണ്ട് പോകണം. ഇതൊരു ഗ്രൂപ്പ് റൈഡാണ് ഗൈസ്. ഗ്രൂപ്പ് റൈഡിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ തെന്മലയാണ്. നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടൊരു മീറ്റപ്പ് പോലെ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് റൈഡ് തുടങ്ങാം. അതിനാദ്യം ഈ സിഗ്നൽ ഒന്ന് മാറട്ടെ. ഇപ്പോൾ 7 റൈഡേഴ്സാണ് ട്രിവാൻഡ്രത്ത് എന്നുള്ളത്. അതും ഞാനിന്ന് ഡുക്കാറ്റി എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത് തെന്മലയിലിട്ട്. എന്താവും നമുക്ക് കണ്ടറിയാം ഗൈസ്. അമേസിംഗ് റൈഡ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു. ഡുക്കാറ്റി ആണെങ്കിൽ 115 നിൽക്കുന്നത് മാക്സിമം ആണ്. ഇതിനപ്പുറം ഡുക്കാറ്റിയുടെ ടെമ്പറേച്ചർ പോകില്ല. 20 വരെയൊക്കെ പോകും. അത്ര തന്നെ 115. ഈ ആംഗിൾ എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല. ഇപ്പം കാണാൻ പറ്റണമായിരിക്കും, അത് നോക്കാം. സോറി ഫോർ ദ ബാഡ് ക്വാളിറ്റി ഓഡിയോ. ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബ്രേക്ക് ആവുന്നുണ്ട്. ഈ ഫുട്ടേജിൽ പലയിടത്തും ഓഡിയോയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഗൈസ്. വൈബല്ലേ, ഇതിലാണ് ഗൈസ്. ഇനി കുറച്ചുകൂടെ വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഇനി അടുത്ത ലൊക്കേഷൻ ഇപ്പൊ കാണിച്ചു തരാം. അടുത്ത നമ്മള് വ്യൂസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ കാണിച്ചു തരാം ഗൈസ്. നല്ല ട്രാഫിക് ഉണ്ട്. ഡുക്കാറ്റി ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ചൂടാവുന്നുണ്ട് ഗൈസ്. പൊളിയാണ് ഡുക്കാറ്റി റൈഡ്. അമേസിങ്. ഫ്രണ്ടില് ബാക്കില് ബൂസയാണ്. പിന്നെ അതിന്റെ ഫ്രണ്ടില് ഒരു പേര് സ്ട്രീറ്റിന്റെ നെക്സ്റ്റ് പിന്നെ ട്രയംഫ്. വേറൊരു വണ്ടി കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അതാണ് പരിപാടി ഗൈസ്. നല്ല വെയിലുണ്ട്. വെയിലത്ത് ഡുക്കാറ്റി ഓടിക്കാനേ നല്ല രസമുണ്ട്. അടിപൊളി. എന്റെ കാലൊക്കെ പഴുത്ത്. പിന്നെ എനിക്കിപ്പോ കുറുക്കില് ബാഗും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. മാക്സിമം വെയിറ്റ് ഒക്കെ കുറച്ചാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെയിറ്റ്. അങ്ങനെ വ്യൂസ് ഒക്കെ തുടങ്ങി. കുറച്ചുകൂടെ പോയിട്ട് കാണിക്കാം. കഴിഞ്ഞോട്ടെ ഇവിടെയൊക്കെ വ്ളോഗ് ചെയ്ത് തെന്മല അടിപൊളി റോഡൊക്കെ എത്തിയപ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറയാ, നമ്മൾക്കാട് പരിപാടിയാണ്. ശരി. ഇപ്പോഴാണ് മൂടായത്. എന്റെ ലൈൻ കൂടെ കുടിച്ച് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് കുറഞ്ഞ് ആയിപ്പോയി.
വൈബല്ലേ. ഈ റൈഡ് എന്നൊക്കെ പറഞ്ഞ ഒരു അഡ്രിനാലിനാണ്. ഇത്തിരി സൈക്കിളും ബോഡി പെയിൻ എല്ലാം ഉണ്ടാവും, പക്ഷെ ഫീൽസ് ഗുഡ് ടു റൈഡ് ആൻഡ് ഗൈഡ്. ഫൈനലി ഗൈസ് നമുക്ക് മലകളൊക്കെ കാണാം. ഐ മീൻ അങ്ങ് ദൂരെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് പൊളിയല്ലേ. നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ പോലും അറിയത്തില്ല. നമുക്ക് ഇനി അടുത്തിട്ട് ഹെൽമെറ്റിൽ ഇങ്ങനെ സ്ക്രീനൊക്കെ ഉള്ളതാണ് നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നത്. പൊളിയല്ലേ. റൈഡ് കൊള്ളാം ഗൈസ്. ഇച്ചിരി ബാഗ് ഉള്ളതുകൊണ്ട് മാത്രം ഇച്ചിരി അൺകംഫർട്ടബിൾ ആണ്. നമ്മുടെ ഫുൾ പ്രഷർ ബോഡിയിൽ വരെയാണ്, കയ്യിലും ഹിപ്പിലും കാലിലും. ബാഗിലേറെ പൊളിയായിരുന്നു. കാരണം വഴിയില്ല, അഡ്ജസ്റ്റ് பண்ணல. இதெல்லாம் நான் சாப்பா மேட்ரு. ഗൈസ് അങ്ങനെ നമ്മുടെ തെന്മലയിലെ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഫുള്ള് റബ്ബറാണ്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡും റബ്ബറാണെന്ന്. മഴയൊക്കെ പൊടിയുന്നു. വൈബല്ലേ. ദിസ് ഈസ് കോൾഡ് ഹെവൻലി റൈഡ്. അങ്ങനെയല്ല, ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നീ ഇങ്ങനെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ ലൗഡായിട്ട് സംസാരിച്ചാലാണ് ഫീൽ. പതുക്കെ സംസാരിച്ചാൽ എല്ലാം കേൾക്കാൻ പറ്റും. ലൗഡായിട്ട് സംസാരിച്ച് എക്കോ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയാ, ഹൗസ് ലൈഫ് ബ്രോ എന്ന് ചോദിച്ചാൽ ലൈഫ് ഈസ് ഗുഡ്. ജീവിതത്തിൽ കുറച്ചൊക്കെ മുഞ്ചലുണ്ടാവുമല്ലോ. ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ടൈംസൊക്കെ നമ്മൾ മുന്നുമ്പം ഫുള്ള് കയ്യിൽ നിന്ന് പോകുന്നതാ. അതൊക്കെ സീനില്ല, എല്ലാം ശരിയാവണം. ഇത് എല്ലാം ശരിയാവും, പ്രശ്നങ്ങളൊക്കെ മാറും. മഴ പൊടിയുന്നേ കൊള്ളാം. മഴ പൊടിയുന്നേ. പെർഫെക്റ്റ് വെതർ ഫോർ എ പെർഫെക്റ്റ് ടൈം. ഇന്ത്യയിലോട്ട് കൂടെ തെന്മലെത്തും കേട്ടോ. കാറ്റയില് സ്വിച്ച് പമ്പിലെത്തും. അങ്ങനെ ഫൈനലി ഗൈസ് കാറ്റയിൽ സെക്കൻഡ് ടൈം തെന്മല വന്നിരിക്കുന്നു. പിന്നെന്താ, ബീച്ച് റൈഡ് ആണ്. ഇതിപ്പം 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും തെന്മല ഏരിയയില്. It will be good. It will be fantastic, outstanding, mind-boggling. നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നേ പൊളിയായിരുന്നു. കാണാം.
ഒന്നുമില്ലാതെ പോയിട്ടേ ഉണ്ട്. അങ്ങനെ ഗൈസ് തെന്മല എത്താറായി. തെന്മല എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതെന്തായിരുന്നു? ഇവിടെയാണ് കോർത്ത് പോകാം. കോർത്തിൽ പോയാൽ അപ്പോൾ ഗൈസ് തെന്മല എഴുതിയിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് അടുത്ത പാട്ടിലാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടാണ്. ആൻഡ് ദെൻ ബൈ ബൈ.